everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻസ് ഹോമോജീനിയസ് ഇൻ എക്സ് ആൻഡ് വൈ അലോൺ. അപ്പൊ ഇവിടുത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിന്റെ വെയിറ്റ് ഒന്നുകിൽ എക്സിന്റെ വെയിറ്റ് മാത്രം കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ വൈന്റെ വെയിറ്റ് മാത്രം കൺസിഡർ ചെയ്യും. എക്സിന്റെ വെയിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ ടേംസിന്റെയും എക്സിന്റെ വെയിറ്റ് സെയിം ആയിരിക്കും. സെയിം ആണെങ്കിൽ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണം. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. ഹോമോജീനിയസ് ഇൻ എന്താണ്? ഹോമോജീനിയസ് ഇൻ വാട്ട്? ഈ നമ്മുടെ ഇക്വേഷൻ ഇൻ എക്സ് ആണെങ്കിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഹോമോജീനിയസ് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഓഫ് എക്സ് എന്തായിരിക്കും? ഈസ് സെയിം ഇൻ ഓൾ ടേംസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ ഇത് ചെയ്യണം. എന്തുവാണ്? Simplify ഇത് വരുമ്പോഴത്തേക്കും we will get an equation in which the new independent variable t will be missing. t miss ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് ഈ ആബ്സെന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. നമ്മൾ അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആബ്സെന്റ് ആവുന്ന മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡ് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഓപ്റ്റ് ചെയ്ത് പോകണം. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ഇൻ വൈ ആണെങ്കിലോ, ഹോമോജീനിയസ് ഇൻ വൈ ആണെങ്കിൽ മീൻസ് എന്താണ്? വെയിറ്റ് ഓഫ് ആരെയാണ് നോക്കേണ്ടത്? ഓഫ് വൈ ഇൻ ഓൾ ടേംസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ y is equal to e raised to v ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും which is എന്താണ്? ഇൻ വിച്ച് എന്തായിരിക്കും? ഡിപ്പെൻഡന്റ് വേരിയബിൾ, ന്യൂ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഏതാണ്? v ആണ്. അത് എന്തായിരിക്കും? ആബ്സെന്റ് ആയിരിക്കും. സോ നമ്മൾ പഴയ പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത് പോകണം? പ്രോബ്ലം ചെയ്തു പോകണം. ഓക്കെ, കൺസിഡർ ആൻ എക്സാമ്പിൾ. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോൾവ് x square d square y by dx square plus x dy by dx plus 2 by y cube is equal to 0. Okay, അപ്പൊ ഇവിടെ നോക്കുക, what is the degree of this term? എല്ലാം സിംപ്ലിഫൈ ചെയ്ത ഫോമിലാണ്. നമുക്ക് 3 ടേം ഉണ്ട്. 3 ടേമിലും എക്സിന്റെ ഡിഗ്രി എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ വെയിറ്റ് എന്താണെന്ന് നോക്കാം. ഇവിടുത്തെ വെയിറ്റ് എന്താണ്? 2. what is dx square ആകുമ്പോൾ -2 എന്തായിട്ട് കിട്ടി? 0 കിട്ടി. ഇവിടെയാണെങ്കിലോ 1 - 1 എന്ത് കിട്ടി? 0 കിട്ടി. ഇവിടെ എക്സിന്റെ ടേം ഇല്ല, അതുകൊണ്ടാണ് 0. So we have got the weight of x in each term is 0. So we can write that the given equation homogeneous in what? X. Homogeneous in x ആണെങ്കിൽ നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? x is equal to e raised to t ആണ്. Right? x is equal to e raised to t ആണെങ്കിൽ what is t? t is equal to log x ആണ്. dy ഇത് yയും xും തന്നെയാണ്. സോ പഴയ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. x dy by dx ന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? what is it? dy ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? what is d? d is what is d by dt? dy by dt. Right? അതുപോലെ x square d square y by dx square എന്തായിരിക്കും? d into d minus 1 into y ആണ്. Right? That is d square minus d of y. That is equal to d square y by dt square minus dy by dt. ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. Right? So we can make the substitution. നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദിസ് ഇസ് അവർ ക്വസ്റ്റ്യൻ. ഈ കാര്യങ്ങൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന് പകരം എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി ടി. റൈറ്റ്? പ്ലസ് വാട്ട് ഈസ് ഇറ്റ്? എക്സ് ഡി വൈ ബൈ ഡി എക്സിന് പകരം എന്ത് കൊടുക്കാം? ഡി വൈ ബൈ ഡി ടി കൊടുക്കാം. എന്താണ്? പ്ലസ് എന്ത് ബാക്കിയുണ്ട്? 2 by y cube is equal to 0. Right? We can simplify this. Right? എന്ത് ക്യാൻസൽ ചെയ്ത് പോകാം? dy by dt രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. Now you have got d square y by dt square plus 2 by y cube is equal to 0. Right? Here the two variables are y and t. t independent variable ഉം y എന്ന് പറയുന്ന dependent variable ഉം. അത് നോക്കിയേ, t എന്നുള്ള ടേം ആബ്സെന്റ് ആണ്. t is absent. Right? അപ്പോൾ that means independent variable absent ആണ്. Variable is absent. So നമുക്ക് എന്താണ്? ആ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആബ്സെന്റ് ആണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ? We can make the substitution
dy by dt ക്ക് പകരം എന്താണ് p മാഡം നമ്മൾ ഓൺ dy by dx ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നൊട്ടേഷൻസിന് വ്യത്യാസമൊന്നും ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത ഏതാ ഉള്ളത്? d square y by dt square ആണുള്ളത്. d square y by dt square നമുക്ക് എങ്ങനെ എഴുതാം? d by dt of what is it? dy by dt, that is what is it? dp by dt ആണല്ലോ. ആൻഡ് അഗെയിൻ എന്താണ് dp by dt എങ്ങനെ നമുക്ക് എഴുതാം? dy by dt into dp by dy എന്ന് എഴുതാം, which is equal to, we can substitute p into dp by dy. Again നമ്മുടെ ഇക്വേഷൻ ഇവിടെയാണല്ലോ നമ്മൾ എത്തി നിൽക്കുന്നത്. ദിസ് ഈസ് അവർ ഇക്വേഷൻ. നമ്മൾ ഇവിടെയാണ് എത്തി നിന്നത്. തേർഡ് ഇക്വേഷൻ യു ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. Equation will become d square y by dx square ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? We can substitute and you will get p dp by dy plus 2 by y cube is equal to 0, right? Which is equal to variable separable form ആക്കാം 2 p dp is equal to what is it? 2 minus 2 by y cube dy, right? Integrating, what will you get? We will get p square by 2 is equal to minus 1 by y square plus what is it? c. Is it right? So cross multiplying, you will get p square is equal to minus minus plus out. Okay, 2 into 1 by y square plus c. c which is equal to, therefore p is equal to square root of 2 into c plus 1 by y square. Is it right? Therefore, cross multiply, what is p? p എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത് എന്താണ്? We have took that as dy by dt ആണല്ലോ, which is equal to square root of 2 into c plus 1 by y square. This is variable separable form. You will get dy divided by root of 2 into c plus 1 by y square is equal to what is it? dt, right? Integrating on both sides. അപ്പോൾ നമുക്ക് integration by substitution ആണ് എളുപ്പം. എന്ത് കൊടുക്കാം നമുക്ക്? We can simplify this one, right? Anyway, c plus 1 by y square നെ നമുക്ക് എങ്ങനെ എഴുതാം? This can be simplified as what is it? c y square plus 1 divided by what is it? y square. അതിന്റെ square root ആണ്. Square root എടുക്കുമ്പോൾ what will you get? c y square plus 1 root divided by y, right? അപ്പോൾ അതൊന്ന് simplify ചെയ്ത് ഇവിടെ എഴുതാം. You can simplify this one, which is equal to, that is what will you get? Y dy divided by root 2 c y square plus 1 into square root, right? Integral is equal to integral dt. Is it okay? Then integration by substitution. Substitution വഴി integrate ചെയ്യുന്ന പറഞ്ഞാൽ c y square plus 1 ന് എന്ത് കൊടുക്കാം? u കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2c y dy is equal to what is it? du. നമുക്ക് അവിടെ ഒരു y by root 2 ഉണ്ട്. So y by root 2 നെ അവിടെ നിലനിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ what will you get? You will get du by 2 root 2c. ഇത് നിങ്ങളുടെ ഇഷ്ടം. അവിടെ റൂട്ട് 2 നിലനിർത്തി y dy കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. It's up to you. Then what will your integration will become? Integral, what will you get? Du divided by 2 into root 2c root u is equal to t plus c. Is it right? Integrate 1 by 2 root 2 c പുറത്തെടുക്കാം. u raised to 1 by 2 into 2 വരും. 2 u raised to 1 by 2 is equal to t plus c. 2 cancel each other. You will get u raised to 1 by 2. u raised to 1 by 2 known as square root of c y square plus 1. Is it right? Put it 1 by root 2c under, which is equal to t plus c. Right? That means you have got root of c y square plus 1 by root 2c is equal to എന്താണ്? e raised to t ആണ്. x is equal to നമ്മൾ എടുത്ത്. So t എന്താണ്? log x. So we have got log x plus c, which is your solution.
നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ ചെയ്ത് എഴുതാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഹോമോജീനിയസ് ഇൻ എക്സ് ഓർ വൈ എലോൺ ആണെങ്കിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ആലോചിച്ചാൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ടി ആണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ ഏതാ ഇ റേസ് ടു ടി വരുമ്പോൾ ഓയിലേഴ്സ് മെത്തേഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോലെ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷൻ വിച്ച് വിൽ ബി ഇൻഡിപെൻഡന്റ് ഇൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ മിസ്സിംഗ് ആയിരിക്കും. ഇൻഡിപെൻഡന്റ് വേരിയബിൾ മിസ്സിങ്ങിനുള്ള മെത്തേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ. താങ്ക് യു ഫോർ ലിസ്ണിംഗ്.